റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽ വളരെ മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ മക്കയിലെ ഖുറൈശികൾ തടവിലാക്കി മക്കയിൽ പാർപ്പിച്ചു. ഖുബൈബിനോട് അവർക്ക് നേരത്തെ പകയുണ്ടായിരുന്നു. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തടവിൽ വെച്ചതിന് ശേഷം കൊല്ലാൻ അവർ കൊണ്ടുപോയത് പുറത്താണ്. കൊല്ലാൻ വേണ്ടി എടുത്ത് കൊണ്ടുപോയി, ഹറമിന് പുറത്തു കൊണ്ടുപോയി. എന്തിനാണ്? ഹറമിനകത്ത് വെച്ച് കൊല്ലാതിരിക്കാൻ, ഹറമിന്റെ പവിത്രത മാനിച്ചുകൊണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഹറമിനേക്കാളും പവിത്രത ഉണ്ട് ആർക്ക്? ഖുബൈബിന്റെ രക്തത്തിന് റളിയല്ലാഹു അൻഹു. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ അവർ തടവിൽ വെച്ചു. സഹീഹ് ബുഖാരിയിൽ കാണാം, അദ്ദേഹം ഇരുമ്പിന്റെ ചങ്ങലയിൽ അദ്ദേഹത്തെ ബന്ധിച്ച് ഒരു ദിവസം അദ്ദേഹം ഒരു മൂർച്ചയുള്ള ആയുധം, അദ്ദേഹത്തിന് ശരീരം വൃത്തിയാക്കാൻ വേണ്ടി ഒരു കത്തി ചോദിച്ചു. അപ്പോ അവർ കൊടുത്തു. അവിടെ ഉണ്ടായിരുന്ന ഒരു പെണ്ണ് പറയുന്നു, ആ സ്ത്രീ പറയുകയാണ് പിന്നീട്, അദ്ദേഹത്തിന് കത്തി കൊടുത്ത് ഞാൻ അശ്രദ്ധയിലായിരിക്കെ എൻ്റെ ചെറിയൊരു കുട്ടി ഖുബൈബിന്റെ മടിയിൽ പോയിരുന്നു. പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ കാണുന്ന എന്താ? തടവുകാരനായ ഖുബൈബിന്റെ കയ്യിൽ കത്തിയും മടിയിൽ ഈ കുട്ടിയും. ഞാനൊരു ഞെട്ടല് ഞെട്ടി. ഖുബൈബ് ആ ഞെട്ടൽ എൻ്റെ മുഖത്തുനിന്ന് തിരിച്ചറിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നീ വിചാരിക്കണ്ടോ ഞാൻ ഈ കുട്ടിയെ കൊല്ലുമെന്ന്? മാക്കുൻതുലിയ ഫഅലദാലിക്, ഞാനത് ചെയ്യുകയില്ല. അത്ര മാന്യനാണെന്ന് നോക്കണം ഖുബൈബ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് ഈ സ്ത്രീ പറയുന്നുണ്ട്, അള്ളാഹുവാണ്, ഞാൻ കണ്ടിട്ടുണ്ട് ഖുബൈബിന്റെ കൈകളിൽ മുന്തിരിക്കൊലകൾ, അദ്ദേഹം ചങ്ങലയിൽ ബന്ധിതനായിരിക്കെ. അത് അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്ത റിസ്ഖാണ്. ആ മഹാനായ അള്ളാഹുവിന്റെ വലിയന് അള്ളാഹു കൊടുത്ത കറാമത്താണത്. പിന്നീട് ഖുബൈബിനെ റളിയല്ലാഹു അൻഹു ഇവർ ഹറമിന് പുറത്തു കൊണ്ടുപോയി കൊല്ലുകയുണ്ടായി. കൊല്ലപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവാണ്, നിങ്ങൾ ഖുബൈബിന് പേടിയാണ്, മരിക്കുന്നുണ്ടല്ലോ, ഭയമാണ്, ജസാണ്, വെപ്രാളമാണ് എന്ന് പറയുമെന്ന് എന്നതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഞാൻ ഈ നിസ്കാരം ദീർഘിപ്പിക്കുമായിരുന്നു. ആയത്തിന്റെ ആ ഹദീസിൽ കാണാം, അങ്ങനെ ഖുബൈബ് റളിയല്ലാഹു അൻഹു സബ്റൻ കൊല്ലപ്പെടുന്ന, അഥവാ സബ്റൻ കൊല്ലപ്പെടുക എന്ന് പറഞ്ഞാൽ അൽ ഖത്ലു സബ്റൻ എന്ന് പറഞ്ഞാൽ ഒരാളെ പിടിച്ചു വെച്ച് ഇങ്ങനെ കൊല്ലുക, ഒരാളെ ബന്ധനസ്ഥനാക്കി കൊല്ലുക, അതിനാണ് അൽ ഖത്ലു സബ്റൻ എന്ന് പറയുക. അങ്ങനെ കൊല്ലപ്പെടുന്ന ഏത് മുസ്ലിമിനും ഖിയാമത്ത് നാൾ വരെ ഖുബൈബ് മാതൃക കാണിച്ചിരിക്കുന്നു. എന്ത്? 2 റക്അത്ത് സുന്നത്ത്. ഇത് സഹീഹ് ബുഖാരിയിൽ വന്നതാണ്.